കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയോ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അർത്ഥങ്ങളൊക്കെ പിന്നെ നിങ്ങൾ എഴുതി പഠിക്കുന്നില്ലേ? ഇനി ബാക്കി എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞത്? ബേലയും സാഹിലും ബേലയുടെ പേനയില് മഷി തീർന്നിരുന്നു. അത് നിറയ്ക്കാൻ വേണ്ടി അവർക്ക് കടക്കാരന്റെ അടുത്ത് പോകണമായിരുന്നു. അവിടെ 5 പൈസയ്ക്ക്, ആ സമയത്തൊക്കെ 5 പൈസയ്ക്ക് പേനയിൽ മഷി നിറച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി അവര് പോകുന്നതാണ് അടുത്ത പാരഗ്രാഫില്. ബാക്കി നോക്കാം അല്ലേ? എല്ലാവരും റെഡി അല്ലേ? നോക്കിക്കോ. पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क दिया। नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे। पेन में कुछ स्याही बची थी, പെന്നില് കുറച്ച്, സ്യാഹി എന്ന് പറഞ്ഞാൽ എന്താ? മഷി. കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ ദിവസം എഴുതിയതിന്റെ ബാക്കി കുറച്ച് മഷി പേനയില് ഉണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ, അത് സാഹില് നിലത്തേക്ക്, ജമീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി, നിലത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. നൈ സ്യാഹി ഭർവാനെ കെലിയെ ദോനോ ദുക്കാൻ പർ പഹുഞ്ചെ, വീണ്ടും പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി രണ്ടുപേരും കടയിലെത്തി. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. എന്താണ്? एक पेन स्याही भर दो, ഒരു പേനയില് മഷി നിറച്ചു തരൂ. സാഹിൽ സെ പഹലെ ഹി, സാഹിലിനേക്കാൾ മുമ്പേ തന്നെ ആരാണ് പറഞ്ഞത്? ബേലാനെ ദുക്കാൻ വാലെ സെ കഹ. ആര് പറഞ്ഞു? ബേല ആരോട് പറഞ്ഞു? കടക്കാരനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു പേനയില് മഷി നിറച്ചു തരൂ എന്നുള്ള കാര്യം എന്ന് സാഹിലിനേക്കാൾ മുമ്പേ ബേല കടക്കാരനോട് പറഞ്ഞു. बेटा स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. മോനെ, എന്താണ്? ബേട്ട എന്നാണ് കടക്കാരൻ അവിടെ പറയുന്നത്. ആരാണ് പറഞ്ഞത്? ബേലയാണ് ആദ്യം തന്നെ എന്ത് പറഞ്ഞത്? പേനയില് മഷി നിറച്ചു തരൂ. പക്ഷെ കടക്കാരൻ ബേട്ട സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹെ, മക്കളെ എന്നുള്ള അർത്ഥത്തിലും പറയാം. മക്കളെ, സ്യാഹി കി ബോത്തൽ, മഷിക്കുപ്പി ഇപ്പോൾ ഖാലി ഹോഗി, ഇപ്പൊ ഖാലിയായി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഉള്ള മഷി ഇപ്പം തീർന്നു പോയല്ലോ എന്ന് പറയില്ലേ നമ്മള്? അതുപോലെ എന്താണ്? മഷി ഇപ്പൊ ഖാലിയായി. അബ് തോ കൽ ഹി മിൽ പായേഗി, ഇപ്പോൾ നീ എന്താ? കൽ ഹി മിൽ പായേഗി, നാളെയെ ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇനി മഷി നാളെയെ കിട്ടുകയുള്ളൂ, ഇപ്പൊ ആ ബോട്ടില് ഖാലിയായി എന്നുള്ള കാര്യം ആര്? കടക്കാരൻ ഇവരോട് പറഞ്ഞു. ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജോ സ്യാഹി ഥി ഉസേ ഭി ജമീൻ പർ छिड़क दिया, ബേല ബോലി. അപ്പൊ ബേല എന്താ പറയുന്നത്? ലേക്കിൻ ഇസ്നെ തോ, എന്നാൽ ഇവനാണെങ്കിൽ, പെൻ തോ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ? എങ്കിൽ എന്നുള്ള അർത്ഥാണ് തോ എന്നത്. പെൻ മേ ജോ സ്യാഹി ഥി, പെന്നില് ഉണ്ടായിരുന്ന മഷി ജമീൻ പർ छिड़क दिया, എന്താക്കി? ഇവൻ നിലത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. ബേല ബോലി, അതാരാ പറഞ്ഞത്? ബേല. അപ്പം ബേല പറയാണ്, അയ്യോ ഇപ്പൊ മഷി ഇല്ലാന്ന് കടക്കാരൻ പറഞ്ഞില്ലേ, അപ്പൊ ആ ഉള്ള മഷി എന്തായി പോയി? പുറത്തേക്ക് തെറിപ്പിച്ചു കളഞ്ഞു എന്നുള്ള കാര്യം ബേല ആരോട് പറഞ്ഞു? കടക്കാരനോട് പറഞ്ഞു. बादल को देखकर खड़े को नहीं ठुलाना चाहिए, दुकान वाले भैया ने कहा और पूछा कौन सी में पढ़ते हो. ഇവിടെ എന്താണ്? അപ്പം കടക്കാരൻ എന്താ പറയുന്നത്? ബാദൽ കോ ദേഖ്കർ, മേഘം കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കാർമേഘം കണ്ടിട്ട് എന്താക്കരുത്? ഖഡേ കോ നഹീൻ ഠുലാനാ ചാഹിയേ, ഖഡ കലം അല്ലെങ്കിൽ പാത്രത്തിലുള്ള വെള്ളം, നഹീം കലം കമഴ്ത്തരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ മഴക്കാറ് കാണുന്ന സമയത്ത് നമ്മൾ ആ വെള്ളം അങ്ങോട്ട് മറയ്ക്കുക. എന്താ? ഇനി മഴ പെയ്താൽ പുതിയ വെള്ളം കിട്ടുമല്ലോ, ഇനി നിറയെ വെള്ളം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ആ വെള്ളം എന്താക്കാൻ പാടില്ല? ഒഴിവാക്കാൻ പാടില്ല. കാരണം എന്താണ്? മഴ പെയ്താലല്ലേ കിട്ടുള്ളൂ. മഴ പെയ്തില്ലെങ്കിലോ ആ ഉള്ള വെള്ളം നഷ്ടപ്പെട്ടു പോകില്ലേ? അതാ പറഞ്ഞത്. ബാദൽ കോ ദേഖ്കർ, അവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങള്? ബാദൽ കോ ദേഖ്കർ ഖഡേ കോ നഹീൻ ഠുലാനാ ചാഹിയേ, ദുക്കാൻദാറിനെ ഐസാ ക്യൂം കഹാ. ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ നാളത്തേക്ക്
ചെയ്തു വെക്കാം. എന്താണ്? ബാദൽക്കോ ദേഖ്കർ, മേഘം കണ്ടിട്ട് ഒരിക്കലും എന്താക്കരുത്? കലം കമഴ്ത്തിക്കളയരുത്, അല്ലെങ്കിൽ കലം ചരിക്കരുത് എന്ന് പറഞ്ഞാൽ പാത്രത്തിലുള്ള വെള്ളം ഒഴിവാക്കരുത് എന്ന്. ദുക്കാൻദാർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതാണ് ചോദ്യം. അതിന്റെ ആൻസർ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? സാഹില് ആ പേനയിൽ ഉണ്ടായിരുന്ന മഷി ജോ സ്യാഹി ബജി थी उसे छिड़क पर उसे जमीन पर छिड़क दिया. उस समय ദുക്കാൻദാർ ഐസ കഹ, ആ സമയത്താണ് ദുക്കാൻദാർ അങ്ങനെ പറഞ്ഞത് അല്ലേ? ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ ചെയ്തു വെക്കുക. ക്വസ്റ്റ്യന്റെ ആൻസർ മനസ്സിലായില്ലേ? അപ്പൊ അവിടെ തന്നെ കണ്ടില്ല, ദുക്കാൻ വാലെ ഭയ്യാനെ കഹ और പൂച്ച കോൺ സീമേം പഠ്തേ ഹോ. കടക്കാരൻ ഇവരോട് ചോദിക്കുക. ദുക്കാൻ വാലെ ഭയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? കടക്കാരനായ സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ കടക്കാരൻ പറഞ്ഞു, ഇവരോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? കോൺ സീമേം പഠ്തേ ഹോ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? पांचवी में साहिल ने ऐसे बुरे मन से बताया जैसे पांचवी में पढ़ना पाप हो. पांचवी में ആരാ പറഞ്ഞത്? അഞ്ചില്. സാഹിലിനെ ഐസെ ബുരേ മൻസെ കഹ. സാഹിൽ അത് എങ്ങനെയാ പറഞ്ഞത്? വളരെ മോശമായി എന്ന് പറഞ്ഞാൽ തീരെ ഒരു ഇഷ്ടമില്ലാത്ത മനസ്സോടുകൂടി എന്ന് പറഞ്ഞാൽ എന്താണ്? 5ാം ക്ലാസ്സില് അവൻ പറഞ്ഞത് കേട്ടാ എന്ത് തോന്നും? 5ാം ക്ലാസ് പഠിക്കുന്ന എന്തോ പാപമാണോ എന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഇഷ്ടമില്ലാത്ത, ഒരു താല്പര്യമില്ലാതെയാണ് അവൻ പറഞ്ഞത്. എന്ത് പറഞ്ഞു? 5ല്. ദോനോ ദുക്കാൻ വാലെ ഭയ്യാനെ കഹ. ദോനോ എന്ന് പറഞ്ഞാൽ എന്താ? 2 പേരും. അദ്ദേഹം ചോദിക്കുക, അപ്പൊ നിങ്ങൾ രണ്ടാളും 5ലാണോ എന്ന്. ഹാ ദോനോ और हम दोनों का सेक्शन भी एक ही है. ए बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात हो. हाँ दोनों, രണ്ടാളും, ഞങ്ങൾ രണ്ടാളും ഏതിലാണ്? 5ലാണ് എന്ന് പറഞ്ഞു. और हम दोनों का सेक्शन भी एक ही है. ए പിന്നെയോ ഞങ്ങളുടെ 2 പേരുടെയും സെക്ഷനും ഒന്നു തന്നെയാണ്. സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഷൻ. ഒരേ ക്ലാസ്സിൽ എ ഡിവിഷൻ. ഏതാണ് ഡിവിഷൻ? എ. എ ക്ലാസ്സിൽ 5ാം ക്ലാസ് എയിലാണ് ഞങ്ങൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞു. ബേലാനെ ഐസെ ഖുഷ് ഹോക്കർ ബതായ. ബേല ഇത്രയും സന്തോഷത്തോടു കൂടിയാ പറഞ്ഞത്. ജൈസെ യേ കോയി ബഹുത്ത് ബഡി ബാത്ത് ഹോ. എന്താണ്? അവളുടെ ആ പറച്ചിൽ കേട്ടാ എന്ത് തോന്നു? അതെന്തോ ഒരു വലിയ കാര്യമായതുപോലെയാണ് അവള് പറഞ്ഞത്. ഞങ്ങള് 2 പേരും 5ലാണ്, ഒരേ സെക്ഷനിലാണ്, ഒരേ ഡിവിഷനിലാണ്, എ ആണ് എന്ന് ഒക്കെ പറഞ്ഞു. അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ബേല പറഞ്ഞത്. മനസ്സിലായോ? നീ ബാക്കി നോക്കാം. ക്ലാസ് में दोनों पास पास बैठते थे. कापी में काम करते तो दोनों कापी में काम करते थे. किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमक उठी सन 57 में. वो तलवार पुरानी थी. पढ़ता तो बेला भी चमक उठी सन 57 में. वो तलवार पुरानी थी. पढ़ती थी. എന്താണ്? ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ ഥേ. ക്ലാസ്സില് 2 പേരും അടുത്തടുത്താണ് ഇരുന്നത്. ഇവർ രണ്ടാളും അടുത്തടുത്താണ് ഇരുന്നത്. കോപ്പി മേ കാം കർത്തേ തോ ദോനോ കോപ്പി മേ കാം കർത്തേ ഥേ. എന്താണ്? എന്ത് എഴുതുകയാണെങ്കിൽ അവർ 2 പേരും നോട്ട് എഴുതുകയായിരിക്കും. കിതാബ് പഠ്തേ തോ, പുസ്തകം വായിക്കുകയാണെങ്കിൽ ദോനോ കിതാബ് പഠ്തേ. രണ്ടാളും ഒരുമിച്ച് പുസ്തകം വായിക്കും. ബൽക്കി എന്നാൽ നേരെ മറിച്ച് പാഠ് ഭി ഹി ഏക് ഹി പഠ്തേ. പാഠവും ഏക് ഹി പഠ്തേ, ഒരുപോലെയാണ് വായിച്ചത്. എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പേരും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഒരേപോലെ തന്നെയാണ് ചെയ്യുക. അപ്പൊ സാഹിൽ ഏതാണോ വായിക്കുന്നത് അത് തന്നെയാണ് ആരും വായിക്കുക? ബേല. കണ്ടോ? സാഹിൽ ചമക് ഉഠി സൻ 57 में वो तलवार पुरानी थी पढ़ता तो. സാഹിൽ ഏതാണ് സെന്റൻസ് വായിക്കുന്നത്? ചമക് ഉഠി സൻ 57 में वो तलवार पुरानी थी എന്നുള്ള ആ സെന്റൻസ് ആണ് സാഹിൽ വായിക്കുന്നതെങ്കിൽ ബേലയും എന്താ വായിക്കുക? ആ സെന്റൻസ് ഇതാ കണ്ടോ? ചമക് ഉഠി സൻ 57 में वो तलवार पुरानी थी പഠ്തി थी. അപ്പോ ബേലയും എന്താണ്? അതേ സെന്റൻസ് തന്നെയാണ് വായിച്ചിരുന്നത്.
മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ രണ്ടാളും ഒരേ പ്രവൃത്തി, എപ്പോഴും ഒരേപോലെ ഒരുമിച്ച് എല്ലാം ഒരുപോലെ തന്നെയാണ് ചെയ്തിരുന്നത് എന്ന്. മനസ്സിലായില്ലേ? ഇനി പറയണോ? ബാക്കി നോക്കാം. ബേല കഹത്തി ബഹൻ ജി പാനി ജീനെ പീനെ ചലി ജാവൂ. സാഹിൽ ഭി കഹത്ത ബഹൻ ജി പാനി പീനെ ചലാ ജാവൂ. ബേല പറയാം, സഹോദര പാനി പീനെ ചലി ജാ, വെള്ളം കുടിക്കാൻ പോവാൻ നമ്മൾ പറയില്ലേ ക്ലാസ്സിൽ നിന്ന്. അപ്പൊ സാഹിൽ എന്ത് പറഞ്ഞു? സാഹിൽ ഭി കഹത്ത. അപ്പൊ സാഹിലും പറഞ്ഞു ബഹൻജി പാനി പീനെ ചലാ ജാവൂ. സഹോദരി നമുക്ക് എന്താക്കാം, വെള്ളം കുടിക്കാൻ പോകാം. അപ്പൊ എന്താണ്, രണ്ടാളും ഒരേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുക. गणित के मास्टर साहब सुरेंद्र जी का पीरियड खेल खंडी के बाद आता था. बच्चे उनसे कामते थे और खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. गणित के मास्टर साहब सुरेंद्र जी का पीरियड खेल खंडी के बाद आता है. गणित के मास्टर साहब, ഗണിത് എന്ന് പറഞ്ഞാൽ എന്താ? മാത്സ്, കണക്ക് അധ്യാപകനായ സുരേന്ദ്രജിക്ക പീരീഡ്, സുരേന്ദ്രജിയുടെ പീരീഡ് ഖേൽ ഖണ്ഡി കെ ബാദ് ആത്താ ഥാ. എന്താണ്? PT ശേഷം, കളി കഴിഞ്ഞതിന് ശേഷമാണ് ആ പീരീഡ് വരുന്നത്. ആരുടെ പീരീഡ്? മാത്സിന്റെ പീരീഡ് വരുന്നത്. ആ മാഷ പേരെന്താണ്? സുരേന്ദ്രൻ. ബച്ചെ ഉൻസെ കാംതേ ഥേ. കുട്ടികൾക്ക് അദ്ദേഹത്തെ അദ്ദേഹം പറയുമ്പോൾ തന്നെ എന്താണ്? കുട്ടികൾക്ക് വിറയ്ക്കുമായിരുന്നു. ഈ സുരേന്ദ്ര മാഷ പേര് കേൾക്കുമ്പോൾ തന്നെ കുട്ടികള് വിറയ്ക്കുമായിരുന്നു. കാമ്പിന എന്ന് പറഞ്ഞാൽ എന്താ? വിറയ്ക്കുക. കാംതേഥേ എന്ന് പറഞ്ഞാലോ വിറച്ചിരുന്നു. और खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. PT പീരീഡ് കഴിയുന്നതിന് മുമ്പേ തന്നെ 2 മിനിറ്റ് മുമ്പേ കുട്ടികളൊക്കെ എന്താവും? ക്ലാസ്സില് തങ്ങളുടെ സീറ്റില് ശരിക്ക് വന്നിരിക്കും. കാരണം എന്താണ്? ഒരിത്തിരി ലേറ്റ് ആയി പോയിട്ടുണ്ട്, മാഷോട് നല്ല വഴക്ക് കേൾക്കും, നല്ല അടിയും കിട്ടും അല്ലേ? അപ്പം ഈ മാഷ, സുരേന്ദ്ര മാഷത്തെ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പീരീഡ് കുട്ടികളൊക്കെ നേരത്തെ തന്നെ റെഡിയായി ഇരിക്കും. മനസ്സിലായോ? सुरेंद्र जी मास्टर साहब इसी पीरियड में कॉपी जांचते थे. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या झापड़ मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. सुरेंद्र जी मास्टर साहब इसी पीरियड में कॉपी जांचते थे. സുരേന്ദ്ര മാഷ് ഈ മാത്സിന്റെ പീരീഡ് എന്ത് ചെയ്യും? നോട്ട് ബുക്ക് പരിശോധിക്കും. ജാഞ്ചന എന്ന് പറഞ്ഞാൽ എന്താ? പരിശോധിക്കുക. കോപ്പി ജാഞ്ചത്തെ എന്ന് പറഞ്ഞാൽ എന്താ? അവരെഴുതിയത്, മാത്സ് ഒക്കെ ചെയ്തു കൊണ്ടുവന്നത് മാഷ് നോക്കും. ജരാസി ഗലത്തി പർ, അല്പം തെറ്റുണ്ടെങ്കിൽ, ചെറിയ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ബച്ചോക്കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തേ ഥേ, കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇധർ ഉധർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയും ഇവിടെയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഫേങ്ക് ദേത്തേ ഥേ, എറിയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? കുന്തയും തള്ളും ഒക്കെ ചെയ്യും. യാ ഝാപ്പട് മാറണേ ലഗ്തേ ഥേ, നല്ല അടിയും വെച്ചു കൊടുക്കും. ഉൻക ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്ന ഭൂൽ ജാത്താ ഥാ, അദ്ദേഹത്തിന്റെ കൈ ചലിക്കാൻ തുടങ്ങിയാലേ എന്താണ്? നിർത്താൻ മറന്നു പോകും. എന്ന് പറഞ്ഞാൽ അടി തുടങ്ങിയ എന്താണ്? നല്ല അടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുരേന്ദ്ര മാഷ് പീരീഡ് എല്ലാരും നേരത്തെ തന്നെ ക്ലാസ്സിൽ വന്ന് ഇരിക്കും. എല്ലാരും നല്ല സൈലന്റ് ആയിട്ട് നല്ല അച്ചടക്കത്തോടു കൂടി ഇരുന്ന് മാഷ് ക്ലാസ് ശ്രദ്ധിക്കും. പക്ഷെ മാഷ് അത്രയും ദേഷ്യക്കാരനായ മാഷാണ്. മനസ്സിലായോ? ഇന്ന് നമ്മൾ വായിച്ച വരെ, ഇതുവരെ എടുത്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കുക. നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ആൻസർ ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.